മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഒരു പെന്നി സ്റ്റോക്കിൻ്റെ കണ്ടിന്യൂ വീഡിയോ ആണ്. 2 വീഡിയോ ചെയ്തു, 5 വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ പെർഫോമൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഏതാനും ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിഗണിച്ചത്. 2 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, കാണുക. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പെന്നി സ്റ്റോക്കാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നാണ് ഈ ഒരു ഓഹരിയുടെ പേര്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്നത്തെ പ്രൈസും ഇനി അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സൈഡും കൂടി നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു കമ്പനിയുടെ പ്രൊഫൈൽ എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് അറിയേണ്ടതുണ്ട്. ഇന്ത്യയിലെ ബഹുജന മാർക്കറ്റ് കേന്ദ്രീകൃത ബാങ്കാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് സാമ്പത്തികമായി സേവനം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിലും കുറഞ്ഞ സേവനങ്ങളൊക്കെ അപ്പോൾ അതാണല്ലോ സ്മോൾ എന്ന് പറയുന്നത്. കുറഞ്ഞ സേവനങ്ങളൊക്കെ സാമ്പത്തികമായി തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അഥവാ വലിയ രൂപത്തിൽ സാമ്പത്തിക സഹായം എത്താത്ത ആളുകളെ കണ്ടെത്തി അവർക്ക് വളരെ ചെറിയ രൂപത്തിലുള്ള ഒരു സഹായം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. 2005 ഈ കമ്പനി സ്ഥാപിതമായിട്ടുള്ളത്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് രാജ്യത്ത് ഒരുപാട് വലിയ നെറ്റ്വർക്കായി വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ ഒരു ഗ്രോത്താണ് നമ്മളുടെ ഈ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കും കാണാൻ പറ്റുന്നത്. ഇതാണ് ഈ ഒരു ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു ചെറിയൊരു പ്രൊഫൈൽ. ഇനി അതിൻ്റെ ഒരു പെർഫോമൻസും ഓൾ ഓവർ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ ദിവസം കമ്പനി അഥവാ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുള്ളത്, ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് വരുന്നത് 44 രൂപ 84 പൈസയാണ്. 0.31% താഴോട്ടേക്കാണുള്ളത്. എങ്കിലും ഇതിൻ്റെ പെർഫോമൻസിൻ്റെ 1 ഡേയും അതുപോലെ തന്നെ 52 വീക്ക് പെർഫോമൻസ് നോക്കാം. ടുഡേ ലോ വന്നിട്ടുള്ളത് 44 രൂപ 11 പൈസയാണ്. ടുഡേ ഹൈ പോയിട്ടുള്ളത് 45 രൂപ. വലിയൊരു പെർഫോമൻസ് ടുഡേ ബേസ് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ കാണുന്നില്ല. എങ്കിലും 52 വീക്ക് ലോവും ഹൈയും നോക്കുമ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കമ്പനി കൊടുത്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിന്. ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 52 വീക്കാണ്. 40 രൂപ പോട്ടെ 45 രൂപക്ക് പോലും വാങ്ങിച്ച വ്യക്തിക്ക് 63 അല്ല 60 വിൽക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ 40 രൂപയാണ് 52 വീക്ക് ലോ പോയിട്ടുള്ളത്. 52 വീക്ക് ഹൈ പോയിട്ടുള്ളത് 63 രൂപയാണ്. ഡിഫറൻസ് വരുന്നത് 23 രൂപയുടെ. എങ്ങനെയായാലും 10 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം എല്ലാവർക്കും കിട്ടിയ ഒരു ചാൻസ് 10 രൂപ തന്നെയായിരിക്കും. വലിയ ഒരു നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവസരം കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണിത്. നെക്സ്റ്റ് അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് എന്തൊക്കെ പറയുന്നു? 14 അനലിസ്റ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു സമ്മറിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബൈ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് 93%, ഹോൾഡ് 0%, സെല്ല് 7%മാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 8670 കോടി രൂപയാണ് കമ്പനിക്കുള്ളത്. PE റഷ്യോ TTM ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 6.77, PB റഷ്യോ 1.56, ഇൻഡസ്ട്രി PE റഷ്യോ 15.95, ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് ആപ്ലിക്കബിൾ ഓർ നോട്ട് അവൈലബിൾ ആണ് കാണിക്കുന്നത്. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ കണക്കെടുക്കുമ്പം തിരക്കേടില്ലാത്ത ഒരു ഫിഗർ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. 23.12% ആണ്. EPM TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 6.63, ഡിവിഡൻഡ് ഈൽഡ് 0.90%, ബുക്ക് വാല്യൂ 28.68 കാണിക്കുന്നത്. ഫേസ് വാല്യൂ 10 രൂപ ഉണ്ട് എന്നുള്ളതും വലിയൊരു ഗുണം. അപ്പോൾ ഒരു മൊത്തത്തിൽ നമുക്കൊരു നല്ലൊരു ഒരു കുഴപ്പമില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഫണ്ടമെൻ്റൽ സൈഡാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പം മെയിനായിട്ടുള്ള ത്രെഡ്സുകൾ റവന്യൂ, പ്രോഫിറ്റ്, നെറ്റ് വർത്ത്. അതിൻ്റെ പുറമെ നമ്മൾ പലതും നോക്കാറുണ്ട്. അത് സ്വന്തം നോക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ വലിയൊരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല, എല്ലാവർക്കും ബോറടിക്കും. ക്യാഷ് ഫ്ലോ എങ്ങനെയുണ്ട്, ഓരോ കാര്യത്തിൽ ഇവർ ചിലവഴിച്ചത് എങ്ങനെ, കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ എന്താ ചിലവ് ചുരുങ്ങിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ബാലൻസ് ഷീറ്റ് അടക്കം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം വലിയ വീഡിയോ ആവും, പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയും കാര്യങ്ങളുടെ കീവേഡ്സുകളും നിങ്ങൾക്ക് തരാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റവന്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് സംസാരിക്കുകയാണ്. 2023 മാർച്ച് പാദത്തിൽ 1364 കോടി രൂപയാണ് കമ്പനിക്കുണ്ടായിട്ടുള്ളത്. ജൂൺ പാദത്തിലേക്ക് എത്തും അതൊന്നുകൂടി ഉയർന്നിട്ടുണ്ട്. 1464 കോടി രൂപയായി ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. 2023 സെപ്റ്റംബർ പാദത്തിൽ 1580 കോടിയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചു. 2023 ഡിസംബർ 1655 കോടി രൂപയായി ഉയർത്തി. 2024 മാർച്ച് പാദത്തിൽ 1765 കോടി രൂപയായി ഉയർത്തിക്കൊണ്ടുവരാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ക്വാർട്ടർലിയിലും
ഒരിക്കലും താഴേക്ക് പോകാതെ മുകളിലോട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ഇയർ ബേസ് ചെയ്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് പോലെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഹോപ്പ് തരുന്ന കമ്പനിയുടെ ഒരു ചിത്രം തന്നെയാണ് നമുക്ക് മുമ്പിൽ കാണുന്നത്. 2020 മുതൽ 2024 വരെ ഇതിൻ്റെ ഒരു കണക്ക് പറയുമ്പോൾ 2020 കമ്പനിയുടെ റവന്യൂ 3026 കോടി രൂപയാണ്. 2020 3026 കോടി രൂപയാണ് റവന്യൂ ഉള്ളത്. 2021 എത്തുമ്പോൾ 3108 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 2022 എത്തുമ്പോൾ 3173 കോടി രൂപയായി ഇൻക്രീസ് ആയിട്ടുണ്ട്. 2023 എത്തുമ്പോൾ 4754 കോടി രൂപയും 2024 എത്തുമ്പോൾ 6464 കോടി രൂപയായി കമ്പനിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു ഹോപ്പ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷ തരുന്ന ഒരു ഗ്രാഫ് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ കാണുന്ന ചിത്രം പോലെ 2023 മാർച്ച് പാദത്തിൽ 310 കോടി രൂപയാണ്, ജൂൺ പാദത്തിൽ 324 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. 2023 സെപ്റ്റംബർ പാദത്തിൽ 328 കോടി രൂപയായിട്ടുണ്ട്. അല്പം ഒന്ന് താഴോട്ടേക്ക് പോയിട്ടുള്ളത്, ഡൗൺ ഗ്രേഡ് പോയിട്ടുള്ളത് 2023 ഡിസംബർ പാദത്തിലാണ് 300 കോടി. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് മറികടന്നിട്ട് 2024 മാർച്ച് പാദം ക്ലോസ് ചെയ്യുമ്പം 330, അതുവരെയുള്ള ക്വാർട്ടറിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാത്ത ഒരു ഫിഗർ നമുക്കിവിടെ 330 കാണാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു നേട്ടം തന്നെയാണെന്നുള്ളത് ബോധ്യമുള്ള ഒരു ഗ്രാഫാണിത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇയർ ബേസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ കാര്യങ്ങളാണ്. അത് നോക്കുമ്പോൾ അത്ര പോരാ. കാരണം നമുക്കറിയാം 2020, 21, 22 കാലത്തുള്ള ഒരു കണക്ക് നഷ്ടത്തിൻ്റെ കണക്കുകളാണ് കാണിക്കുന്നത്. 2020 350 ക്രോറാണ് നമുക്ക് കിട്ടിയത്. 2021 8.30 ക്രോറിൽ ഒതുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്നും താഴേക്ക് പോയിട്ട് വളരെ വലിയ ഒരു ആഘാതത്തിലേക്ക്, നഷ്ടത്തിൻ്റെ കണക്ക് എന്ന് പറയുന്ന രൂപത്തിലേക്കാണ് 2022 -415 ക്രോറാണ് അവിടെ ലോസ് ആയിട്ട് പോയിട്ടുള്ളത്. 2023 1100 നെറ്റ് 100 ക്രോർ അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ നഷ്ടങ്ങളും നികത്തിക്കൊണ്ട് നല്ലൊരു ജമ്പിങ് അവർക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. 2024 കമ്പനി വരുമ്പം 1281 ക്രോറിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ഒരു പ്രത്യേകം നമുക്ക് എടുത്തു പറയാൻ പറ്റും. കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഈ പറയുമ്പോൾ കുഴപ്പമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടേതായ മിഷനിലും കാര്യങ്ങൾ അന്വേഷിക്കണം, കണ്ടെത്തണം. നോളജ് നിങ്ങൾക്കുണ്ട്, ആ ഒരു നോളജ് വെച്ച് നോക്കണം. ഇനി അതില്ല എങ്കിൽ നല്ലൊരു ആളുകളെ കണ്ടിട്ട് അഡ്വൈസ് സ്വീകരിച്ചിട്ട് ബൈ ചെയ്യാവുള്ളൂ. റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമുക്കങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്, നിങ്ങൾക്കറിയാമായിരിക്കും. ഓക്കെ, ഞാൻ എടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ ഈ പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ബാക്കി നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങളുടെ മണിയാണെന്നുള്ളത് ഓർമ്മ ഉണ്ടാവുമല്ലോ. 2020 നമ്മൾ നെറ്റ് വർത്ത് നോക്കുമ്പോൾ 2020 3188 ക്രോറാണ് കമ്പനിക്കുള്ള നെറ്റ് വർത്ത്. 2021 3219 ക്രോറിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. നല്ല ഒരു പെർഫോമൻസാണ് നമ്മളൊക്കെ അവിടെ കാണാൻ പറ്റിയത്. പക്ഷേ 2022 കണക്കെടുത്ത് നോക്കുമ്പോൾ 2803 ക്രോറാണ് വന്നിട്ടുള്ളത്. അത് അല്പം ഒന്ന് ഡൗൺ സൈഡ് പോയിട്ടുണ്ട്. 2023 4209 ക്രോറിലേക്ക് വീണ്ടും അത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ 3 കണക്കിൽ അഥവാ 2020, 21, 22 അപേക്ഷിച്ച് 2024 വെരി വെൽ ആയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. 2024 5613 ക്രോറിലേക്ക് കമ്പനിയുടെ നെറ്റ് വർത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ആ ഒരു ബിസിനസ് നടക്കുന്നുണ്ട് എന്നുള്ള ഈ ചിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അതിനാണ് ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ നോക്കുന്നത്. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യണം, ക്യാഷ് ഫ്ലോ ചെക്ക് ചെയ്യണം, ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ അത് വേറെയുണ്ട്. എങ്കിലും ഈ ഒരു കാര്യം കിട്ടിയാൽ തന്നെ നമുക്കൊരു വിധം ഐഡിയ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ കാര്യം നമുക്ക് നോക്കാം. റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ 65.26% ആണ് കയ്യിലുള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നല്ല ഒരു ഫിഗർ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. 26.95% ഫോറിൻസ് അഥവാ വിദേശ കമ്പനികൾ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പം
അത് ചെറുതല്ലാത്തൊരു ഹോപ്പ് തരുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുകയാണ്. തരികിട വല്ലതും ഉണ്ടോ എന്നുള്ളത് പിന്നീട് നമ്മൾ അറിയുള്ളൂ. ഹിൻഡൻബർഗ് ബന്ധപ്പെട്ട ആളുകളൊക്കെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് അറിയുള്ളൂ. കുഴപ്പമില്ല, ഇതിലൊന്നും അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. മ്യൂച്വൽ ഫണ്ടുകാരും നല്ല ഒരു ഫിഗർ സൂക്ഷിക്കുന്നുണ്ട്, 4.50%. അതുപോലെ തന്നെ അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സൂക്ഷിക്കുന്നത് 3.29% ആണ്. അത്യാവശ്യം എല്ലാ ഫിഗേഴ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മുടെ ഒരു ഡിസിഷൻ നമ്മുടെ മൈൻഡിലിട്ടിട്ട് ഒന്ന് നോക്കുക. ഓക്കെ ആണോ, ബൈ ചെയ്യേണ്ടതാണെങ്കിൽ ബൈ ചെയ്യുക, അല്ല അക്യുമുലേറ്റ് ചെയ്യേണ്ടതാണ് ചെയ്യുക. ഓൾറെഡി ഉജ്ജീവൻ്റെ സ്റ്റോക്ക് കയ്യിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം എനിക്കും പ്രോഫിറ്റ്, നിങ്ങൾക്കും പ്രോഫിറ്റ്. നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ നേട്ടമൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ ചെയ്യുന്നത് നിങ്ങളെ അറിയിക്കുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. താല്പര്യമുള്ളവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുക. ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോ ആയിട്ടുള്ള 4ഉം 5ഉം വീഡിയോ നമുക്കിവിടെ ചെയ്യേണ്ടതുണ്ട്. താല്പര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യുക. അതിന് പുതിയ ആളുകളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള സപ്പോർട്ട് സഹിതം നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ആദ്യം വേണ്ട ഒരു അക്കൗണ്ടാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റ് എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ ഡിസിഷൻ എടുക്കുമ്പം കണ്ണിങ് ആയിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, മറ്റൊരു 2, 3, 4ാമത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.